Dear students, have a nice time. Today we will study about linear Diophantine equations, section 3.5. Often we are interested in integral solutions of equations with integral coefficients. Such equations are called Diophantine equations. നമ്മൾ സാധാരണയായി ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാറുണ്ട്. 2x + 3y = 4. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വേരിയബിൾസ് ആയ എക്സിൻ്റെയും വൈൻ്റെയും കോയിഫിഷ്യൻസ് 2, 3 ഇവ ഇൻറ്റിജേഴ്സ് ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കോയിഫിഷ്യൻസും കോൺസ്റ്റൻറ്റ് ടേം അടക്കം എല്ലാം തന്നെ ഇൻറ്റിജേഴ്സ് ആണ്. ഇതുപോലുള്ള ഇൻറ്റിജേഴ്സ് കോയിഫിഷ്യൻസ് ആയിട്ട് വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇൻറ്റഗ്രൽ കോയിഫിഷ്യൻസ് ഉള്ള ഇക്വേഷൻസ് എന്ന് പറയാറുള്ളത്. സപ്പോസ് വി വാണ്ട് ടു സോൾവ് ദിസ് ഇക്വേഷൻ. സോൾവ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് വി ഹാവ് ടു എക്സ്പ്രസ് വൈ ഇൻ ടേംസ് ഓഫ് എക്സ്. അതായത് വൈ നമുക്ക് 1/3 × 4 - 2x ഫോമിൽ എഴുതാം. എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വൈ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് വൈ കിട്ടിക്കൊണ്ടിരിക്കും. എക്സിന് 1 കൊടുത്താൽ ഇവിടെ വൈ 2/3 എന്നാണ് ലഭിക്കുന്നത്. എക്സിന് 2 കൊടുത്താൽ വൈ 0 എന്ന് ലഭിക്കും, എക്സെട്ര. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആർ ദർ. ബട്ട് ഇഫ് യു വാണ്ട് ടു കൺസിഡർ ഓൺലി ദ ഇൻറ്റിജർ സൊല്യൂഷൻസ്, അതായത് എക്സും വൈയും ഇൻറ്റിജേഴ്സ് ആയി വരുന്ന വിധത്തിൽ ഈ ഇക്വേഷനുള്ള സൊല്യൂഷൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഫൻറ്റൈൻ ഇക്വേഷൻസ്. ഇക്വേഷന് ഇൻറ്റിജർ അല്ലാത്ത സൊല്യൂഷൻസും ഉണ്ടാവാം. ബട്ട് ഇഫ് യു റെസ്ട്രിക്ട് ദ സൊല്യൂഷൻസ് ടു ഇൻറ്റിജേഴ്സ് ദെൻ ദ ഇക്വേഷൻ ഇസ് കോൾഡ് എ ഡയഫൻറ്റൈൻ ഇക്വേഷൻ. സോ ദീസ് ആർ സം ഡയഫൻറ്റൈൻ ഇക്വേഷൻസ്. ഡയഫൻറ്റൈൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അർത്ഥമാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ കൊയിഫിഷ്യൻസ് എല്ലാം തന്നെ ഇൻറ്റിജേഴ്സ് ആയിരിക്കും. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റിജർ സൊല്യൂഷൻസ് മാത്രമായിരിക്കും. എക്സും വൈയും സെഡും ഇൻറ്റിജേഴ്സ് ആയി വരുന്ന വിധത്തിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താം. അത്തരം ഇക്വേഷൻസിനെയാണ് ഡയഫൻറ്റൈൻ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് നോക്കിയാൽ ദ ഡയഫൻറ്റൈൻ ഇക്വേഷൻ x² + y² = 1 ഹാസ് എക്സാക്ട്ലി 4 സൊല്യൂഷൻസ്. എക്സിന് +or-1 കൊടുത്താൽ y 0 ആയി മാറും. വൈക്ക് +or-1 കൊടുത്താൽ x 0 ആയിട്ട് മാറും. സോ ദ സൊല്യൂഷൻസ് ആർ +or-1 0 0 +or-1. The points where the unit circle x² + y² = 1 intersect the axis. ഈ കാണുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ XY ആക്സിസ് വരച്ചാൽ യൂണിറ്റ് സർക്കിൾ റേഡിയസ് 1 ആയിട്ടുള്ളൊരു സർക്കിള് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഈ കാണുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. The solutions of the Diophantine equation x² + y² = z² represent the lengths of the sides of a right triangle. And 3, 4, 5 is one solution. ഈ കാണുന്ന ഇതിന് നമ്മൾ വിളിക്കാറ് തന്നെ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്ന ഇൻറ്റിജേഴ്സ് 3, 4, 5 ഒരു എക്സാമ്പിളാണ്. അത് അത്തരം സൊല്യൂഷൻസ് ആയിരിക്കും x² + y² = z² എന്ന ഡയഫൻറ്റൈൻ ഇക്വേഷൻ ഉണ്ടാവുക. 2 എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. So what will be a linear Diophantine equation? The simplest class of Diophantine equations is the class of linear Diophantine equations. A linear Diophantine equation in two variables x and y is a Diophantine equation of the form ax + by = c. ലീനിയർ ഡയഫൻറ്റൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഡയഫൻറ്റൈൻ ഇക്വേഷനിൽ എക്സിൻ്റെയും വൈൻ്റെയും ഡിഗ്രി 1 ആയിട്ട് വരാം. അതായത് ax² ഫോമിലുള്ള ഇക്വേഷൻസ് പാടില്ല. ax⁻1 + by⁻1 = a കോൺസ്റ്റൻറ്റ്. ഈ ഫോമിലുള്ള ഇക്വേഷൻസിനെയാണ് ലീനിയർ ഡയഫൻറ്റൈൻ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. So in this section we will study how to solve a linear Diophantine equations in two variables. Okay. So first we consider a puzzle. And the puzzle is due to the Indian mathematician Mahavira. This puzzle is known as Mahavira's puzzle. 23 weary travelers entered the outskirts of a lush and beautiful forest. They found 63 equal heaps of plantains and 7 single fruits and divided them equally. Find the number of fruits in each heap. So here there are 23 travelers. And we have 63 heaps of plantains. In each heap we assume that there are x number of plantains and totally there are 63 heaps of plantains. So total number of plantains in this 63 heaps is 63 into x. Okay, and there are 7 single fruits there. So altogether there are 63x + 7 fruits. And these fruits are equally divided among these 23 travelers. And suppose y be the number of fruits received by a particular traveler.
So this total number of fruits will be equal to 23 into y. Okay. So here we have a Diophantine equation, 63x plus 7 equal to 23y. We have to find the number x, which is the number of fruits in a particular heap, and the number y, which is the number of fruits received by a particular traveler. So consider the Diophantine equation, 63x plus 7 equal to 23y, where x denotes number of plantains in a heap and y the number of plantains received by a traveler. Here x and y must be positive, and we are interested in finding only the positive integral solutions of the LDE, linear Diophantine equation. So first we express y in terms of x. So we take this 23 to the left hand side and we have y equal to 63x plus 7 divided by 23. Here we have an equation like this. And when x greater than 0, y is also greater than 0. So we try different values 1, 2, 3 etc. for x, and we will find the corresponding values for y. And note that we have to find the integer solutions or the integral solutions. X and y both must be integers. And if we take x equal to 1, 2, 3, 4, we can note that y is not an integer. It is some fraction. And when x equal to 5, we may note that y equal to 14. So you may prepare a table like this for different values of x. These are different values of y, and you may note that when x equal to 5, we get y as an integer. So one of the integer solution for this Diophantine equation is x equal to 5 and y equal to 14. And another solution is when x equal to 28, y equal to 77. Both these are integers. But preparing a table like this for a large number of integers is a very tedious process. So we have to find another method to find or to locate all the integral solutions of this Diophantine equation. And the puzzle we just discussed is known as Mahavira's puzzle. And another riddle we have 100 fowls puzzle is found in the mathematical classic, a book by the 16th century Chinese mathematician Chang Chou-shin. The puzzle is like this. If a cock is worth 5 coins, a hen 3 coins, and 3 chicks together 1 coin, how many cocks, hens and chicks totaling 100 can be bought for 100 coins? ഒരു കോക്കിന് 5 കോയിൻസ് ആണ്, ഒരു ഹെന്നിന് 3 കോയിൻസ്, ഒരു 3 ചിക്സിന്, കോഴിക്കുട്ടികളാണ്, 3 ചിക്സിന് കൂടി ചേർന്നിട്ട് 1 കോയിൻ. മൊത്തം നമുക്ക് 100 ജീവികളെയാണ് മൊത്തം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം നമ്മളെ കയ്യിലുള്ള കാശ് എന്ന് പറയുന്നത് 100 കോയിൻസ് ആണ്. So how many cocks, hens and chicks can be bought with this 100 coins? ആകെ ടോട്ടൽ 100 എണ്ണം ഉണ്ടാവണം. അതിൽ കോക്സും ഹെൻസും ചിക്സും ഉൾപ്പെടാം. ആകെ 100 നമ്പേഴ്സ് ഉണ്ടാവണം. നമ്മളെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത് 100 rupees എന്ന് പറയുന്നത് 100 coins ആണ്. Okay, so we have to form a equation. We have to form a Diophantine equation. Here we may take the number of cocks as x, number of hens as y, and number of chicks as z. So altogether x plus y plus z should be equal to 100. Total cost for x cocks is 5 into x, because a cock is worth 5 coins, and hen worth 3 coins, so we have plus 3y plus 3 chicks together 1 coin. So 1 chick has 1 by 3 coins. So we have 1 by 3 z. This is equal to 100. So we may rewrite these two equations to form a Diophantine equation. So let x, y, z denote the number of cocks, number of hens and number of chicks respectively. Clearly x, y, z greater than or equal to 0. And we get two Diophantine equations. First one is x plus y plus z equal to 100. Another one 5x plus 3y plus z by 3 equal to 100. And from the first equation we may note that z equal to 100 minus x minus y. Okay, and you substitute this value of z in the second equation. So we have 5x plus 3y plus, in the place of z we have 100 minus x minus y. So we have 1 by 3 into 100 minus x minus y equal to 100. Okay, so solving this equation, you may note that here it is 5x, here it is minus 1 by 3x. So we have 5x minus 1 by 3x. Now we have plus 3y minus 1 by 3y
plus 1 by 3 100 equal to 100. And here it is 14 by 3 x plus 8 by 3 y plus 100 by 3 equal to 100. Or you may write 14x plus 8y plus 100 equal to 300. And taking 100 to the right hand side, we will get 14x plus 8y equal to 300 minus 100, it is 200, and cancelling 2, we will get 7x plus 4y equal to 100. So that's the equation what we got here. So solving this equation, we may get 7x plus 4y equal to 100. Now this is a linear Diophantine equation. So you may express this y in terms of x. So here we have 4y equal to 100 minus 7x. Therefore y equal to 100 minus 7x divided by 4. Or 100 by 4 is 25 minus 7 by 4x. So this is the value of y corresponding to the value of x. So we have to find the integral solutions for x and y. When I put x equal to 1, then y is 25 minus 7 by 4. It is not an integer. You have to find the integral solutions. So clearly you may note that 4 doesn't divide 7. 7 is not a multiple of 4. So this cannot cancel together. Okay. So in order to make y as an integer, x must be a multiple of 4. Then only we can cancel this 4 with x. Okay. So x must be a multiple of 4. So we may express x as 4 into a constant, that's an integer, that is 4 into t, where t is an integer. ഇവിടെ ഈ y എന്നത് ഒരു ഇൻറ്റിജർ ആയിട്ട് ലഭിക്കണമെങ്കിൽ എക്സ് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എക്സിനെ 4t എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്തത്. സോ എക്സ് 4t ആണ് എങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് y? സോ ഇറ്റ് ഈസ് 25 മൈനസ് 7 by 4 ഇൻറ്റു 4t. 4 ക്യാൻസൽ ചെയ്ത് പോന്നു. സോ ഇറ്റ് ഈസ് 25 മൈനസ് 7t. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത് ഇവിടെ ടി എന്ന ഇൻറ്റിജർ, ഏത് ഇൻറ്റിജർ ആയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് വൈയുടെ വാല്യൂസ് പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് ഇൻറ്റിജർ വാല്യൂസ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. സോ നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എടുക്കുന്നത് 4t എന്നാണ്. സോ ടിക്ക് നിങ്ങൾ 0, 1, 2, 3 ഏത് വാല്യൂ കൊടുത്താലും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയൊരു നമ്പർ ആയിരിക്കും, ഒരു ഇൻറ്റിജർ ആയിരിക്കും. കറസ്പോണ്ടിംഗ്ലി വൈയും ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ 0യോ ആയിട്ടുള്ള ഇൻറ്റിജർ ആയിരിക്കും. Correspondingly, what will be the value of z? Z is 100 minus x minus y. So 100 minus x is 4t and y is 25 minus 7t. ഇതിനോട് നമ്മൾ സോൾവ് ചെയ്താൽ 75 plus 3t എന്ന് ലഭിക്കും. So the solution of all the integer solutions of the puzzle is given by x equal to 40, y equal to 25 minus 7t and z equal to 75 plus 3t, where t is an arbitrary integer. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത മഹാവീരാസ് പസിലിൽ നിന്ന് വ്യത്യാസത്തിൽ എല്ലാ ഇൻറ്റിജർ സൊല്യൂഷൻസും നമുക്കിവിടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഈ കാണുന്ന ഡയഫന്റൈൻ ഇക്വേഷനിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ടിക്ക് നിങ്ങൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് കറസ്പോണ്ടിംഗ്ലി എക്സ് വൈ സെഡ് ആയിട്ട് ലഭിക്കുന്ന ഇൻറ്റിജേഴ്സ് ആയിരിക്കും തന്നിരിക്കുന്ന ഡയഫന്റൈൻ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 25 മൈനസ് 7t എന്നൊക്കെ കാണുന്നുണ്ട്. ചില സമയത്ത് ഇത് നെഗറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. So we have to locate the positive solutions to the puzzle because we know that the number x, y, z, xും yയും zും എല്ലാം തന്നെ ഈ കാണുന്ന കോക്കിൻ്റെ ഹെന്നിൻ്റെ ഒക്കെ നമ്പറാണ്. അതെല്ലാം ഇപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. So we have to choose x greater than or equal to 0, y greater than or equal to 0 and z greater than or equal to 0. And since x greater than or equal to 0, x എന്ന് പറയുന്നത് 4t ആണ്. So t greater than or equal to 0 ആയിരിക്കണം. Okay. And since y greater than or equal to 0, 25 മൈനസ് 7t എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. അതായത് 25 മൈനസ് 7t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് ദാറ്റ് 7t ഇത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ 25 is greater than or equal to 7t or t is less than or equal to 25 by 7. Okay. t എന്നത് ഒരു ഇൻറ്റിജർ ആണ്. ഈ ഇൻറ്റിജർ 25 by 7നേക്കാൾ ചെറുതോ ഈക്വലോ ആവണം എന്നാണ് പറഞ്ഞത്. 25 by 7 എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പോയിൻറ്റ് സംതിങ് എന്നാണ് വരിക. 25 by 7 എന്ന് പറഞ്ഞാൽ 3 പോയിൻറ്റ് സംതിങ് ആണ്. സോ t എന്ന ഇൻറ്റിജർ 3 പോയിൻറ്റ് സംതിങ്ങിനേക്കാൾ ചെറുതോ ഈക്വലോ ആവുക എന്ന് പറഞ്ഞാൽ വി മേ ടേക്ക് t ആസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസിൽ t പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കണം,
3യേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ടുള്ള വാല്യൂസും ആയിരിക്കണം. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആർബിട്രറി ടി വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2 ആൻഡ് 3 ആയിരിക്കുമെന്നർത്ഥം. സോ തന്നിരിക്കുന്ന ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസിൻ്റെ പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻസ് കിട്ടണമെങ്കിൽ ടിക്ക് 0, 1, 2, 3 കൊടുക്കേണ്ടത്. സോ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സും വൈയും സെഡും എന്താണെന്നുള്ളത്. ഇവിടെ നമുക്ക് ഓരോന്നിലും ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും, 1 കൊടുത്താൽ അടുത്ത സെറ്റ് ലഭിക്കും. ആ തരത്തിൽ നമുക്ക് 4 സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് ഈ കാണുന്ന ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് ലഭിക്കുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷൻസ് ഓഫ് ഗിവൺ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ. ഇത്തരത്തിൽ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ചില ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഡസ് എവരി ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ ഹാവ് എ സൊല്യൂഷൻ? എല്ലാ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസും സോൾവബിൾ ആണോ? ഇത്തരത്തിൽ ഇൻറ്റിജർ സൊല്യൂഷൻസ് ഉണ്ടാകുമോ? ഇഫ് നോട്ട്, അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഡസ് ആൻ LDE ഹാവ് എ സൊല്യൂഷൻ? എല്ലാ ഡൈഫൻറ്റൈൻ ഇക്വേഷനും സോൾവബിൾ അല്ല എങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് കറസ്പോണ്ടിങ് LDE സോൾവബിൾ ആവുന്നത്? ഇനി മറ്റൊരു ചോദ്യം, ഇഫ് ആൻ LDE സോൾവബിൾ, വാട്ട് ഇസ് എ മാക്സിമം നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇറ്റ് ക്യാൻ ഹാവ്? സോൾവബിൾ ആണെങ്കിൽ അതിന് മാക്സിമം എത്ര സൊല്യൂഷൻസ് വരെ ഉണ്ടാകും? സോ ഇവിടെ ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ LDEയും സോൾവബിൾ അല്ല. ഉദാഹരണമായി ഇവിടെ നമ്മൾ ഈ ഒരു LDE കൺസിഡർ ചെയ്യാം. ഫോർ 2x + 4y = 5. ഈ കാണുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ എക്സും വൈയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജർ സൊല്യൂഷൻസ് ആണ് നമുക്ക് വേണ്ടത്. എന്തായാലും എക്സ് 0, വൈ 0 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആവും, റൈറ്റ് ഹാൻഡ് സൈഡ് 5 ആയിരിക്കും. സോ 0, 0 ഒരു സൊല്യൂഷൻ അല്ല. പിന്നെ നമുക്ക് പറയാവുന്ന സൊല്യൂഷൻസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലായ്പ്പോഴും ഒരു ഈവൻ ഇൻറ്റിജറാണ്. എക്സും വൈയും നിങ്ങൾ ഏത് ഇൻറ്റിജർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് ഒരു ഈവൻ ഇൻറ്റിജർ ആയിരിക്കും. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് 5 ഒരു ഓഡ് ഇൻറ്റിജറാണ്. സോ എക്സും വൈയും ഏത് ഇൻറ്റിജർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ലെഫ്റ്റിലുള്ള ഒരു ഈവൻ ഇൻറ്റിജർ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 5നോട് ഈക്വൽ ആയിട്ട് ഒരിക്കലും വരില്ല. സോ ദിസ് LDE is not solvable. So there are linear Diophantine equations which are not solvable. So we establish a necessary and sufficient condition for the linear Diophantine equation AX + BY = C to be solvable. ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ AX + BY = C തന്നിരുന്നാൽ അതിന് സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്? ഇത് രണ്ടും സൂചിപ്പിക്കുന്ന ഒരു തിയറമാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ദ തിയറം സേസ് ദാറ്റ് ദറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. ദ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ AX + BY = C is solvable if and only if D divides C, where D is the GCD of A and B. സോ ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ തന്നിരുന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സിൻ്റെയും വൈൻ്റെയും കോയിഫിഷ്യൻസ് ആയ എയും ബിയും എടുക്കുന്നു. അതിൻ്റെ GCD കണ്ടുപിടിക്കുന്നു. ആ GCDയുടെ ഒരു മൾട്ടിപ്പിൾ ആണോ C എന്ന് ചെക്ക് ചെയ്യാം. ഇൻ അതർ വേർഡ്സ് ദാറ്റ് GCD ഡിവൈഡ് C ആണെങ്കിൽ മാത്രമേ ഈ കാണുന്ന LDE സോൾവബിൾ ആവുള്ളൂ. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. സോൾവബിൾ ആണെങ്കിൽ D ഡിവൈഡ് C ആയിരിക്കും, D ഡിവൈഡ് C ആണെങ്കിൽ ഇക്വേഷൻ സോൾവബിളും ആയിരിക്കും. ആൻഡ് ഇഫ് x0, y0 ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ LDE, അതായത് ഒരു സൊല്യൂഷൻ നമ്മൾ ആർബിട്രറി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. then all its solutions are given by x = x0 + b/d into t and y = y0 - a/d into t. സോ ഇവിടെ x0, y0 എന്നത് നമ്മൾ കണ്ടുപിടിച്ച ഒരു പർട്ടിക്കുലർ സൊല്യൂഷനാണ്. d എന്നത് എയുടെയും ബിയുടെയും GCD ആണ്. t is any arbitrary integer. സോ നമുക്ക് ഒരു സൊല്യൂഷൻ x0, y0 എന്ന ഒരു ഇൻറ്റിജർ സൊല്യൂഷൻ ലഭിച്ചിരുന്നാൽ ഈ കാണുന്ന ഡൈഫൻറ്റൈൻ ഇക്വേഷൻ്റെ മറ്റെല്ലാ സൊല്യൂഷൻസും നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ കാണുന്ന മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. 2x + 4y = 2. ഇവിടെ 2ൻ്റെയും 4ൻ്റെയും GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 2 ആണ്. പക്ഷേ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല 5. ദാറ്റ് ഈസ് 2 doesn't divide 5. Therefore this LDE is not solvable. So ഒരു LDE സോൾവബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഇനഫ് ടു ചെക്ക് ദാറ്റ് ദ GCD ഓഫ് A and B ഡിവൈഡ്സ് C. സോ ലെറ്റ് us prove this theorem. പ്രൂഫിന് 4 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട്, ഇഫ് ദ LDE is solvable then D divides C എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം.
ദെൻ അതിൻ്റെ കോൺവേഴ്സ് പാർട്ട്, അതായത് ഡി ഡിവൈഡ് സി ആണ് എങ്കിൽ എൽ ഡി ഇ സോൾവബിൾ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോഴാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ പൂർണ്ണമാകുന്നത്. ഇനി ഒരു സൊല്യൂഷൻ എക്സ് നോട്ട് വൈ നോട്ട് തന്നിരുന്നാൽ മറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അതുകൂടാതെ ഈ കാണുന്ന എൽ ഡി ഇൻ്റെ എല്ലാ സൊല്യൂഷൻസും ഈ ഫോമിൽ തന്നെയാണ് ഉണ്ടാവുക. ഈ ഫോമിൽ അല്ലാത്ത മറ്റ് സൊല്യൂഷൻസ് എൽ ഡി ഇക്ക് ഇല്ല എന്നും പ്രൂവ് ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫിൽ എഴുതാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇഫ് ദ എൽ ഡി ഇ ഈസ് സോൾവബിൾ ദെൻ ഡി ഡിവൈഡ് സി ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ എൽ ഡി ഇ സോൾവബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നായിരുന്നു. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സ് വൈ എന്ന ഇൻഡിജേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നാണ് അർത്ഥം. ഈ കാണുന്ന എൽ ഡി ഇ സോൾവബിൾ ആണ് എന്ന് പറഞ്ഞാൽ. സോ ആ കാണുന്ന സൊല്യൂഷൻ, നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു ആൽഫ വൈ ഈക്വൽ ടു ബീറ്റ ആണെന്ന് വിചാരിക്കാം. സോ സപ്പോസ് എക്സ് ഈക്വൽ ടു ആൽഫ വൈ ഈക്വൽ ടു ബീറ്റ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ എൽ ഡി ഇ. ഈ കാണുന്ന എൽ ഡി ഇയുടെ സൊല്യൂഷൻ ആവുക എന്ന് പറഞ്ഞാൽ എക്സിന് ആൽഫയും വൈക്ക് ബീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ വി ഹാവ് എ ഇൻറ്റു ആൽഫ പ്ലസ് ബി ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി. ഇനി ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എ ആൻഡ് ബി ആണ്. അതായത് ഡി ഡിവൈഡ്സ് എയുമാണ് ഡി ഡിവൈഡ്സ് ബിയുമാണ്. ഓക്കെ, സോ ഡി എയുടെയും ബിയുടെയും ജി സി ഡി ആയതുകൊണ്ട് ഡി എയും ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡി കൊണ്ട് നമുക്ക് ബി എയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഡി ഡിവൈഡ്സ് എ ആൽഫ പ്ലസ് ബി ബീറ്റ, അതായത് ഡി ഡിവൈഡ്സ് സി. സോ ഡി എന്നത് എയുടെയും ബിയുടെയും ജി സി ഡി ആയതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ ഡിയുടെ ഒരു മൾട്ടിപ്പിളാണ്, ബിയും ഡിയുടെ ഒരു മൾട്ടിപ്പിളാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മുഴുവനായിട്ട് നമുക്ക് ഡിയുടെ ഒരു മൾട്ടിപ്പിളാണെന്ന് പറയാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഡി ഡിവൈഡ്സ് എ ആൽഫ പ്ലസ് ബി ബീറ്റ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡും ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇത് ഇക്വേഷൻ ആയതുകൊണ്ട്. സോ ഡി ഡിവൈഡ്സ് സി. സോ നമുക്ക് ഒരു സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു ആൽഫ വൈ ഈക്വൽ ടു ബീറ്റ എന്ന ഒരു സൊല്യൂഷൻ ഈ കാണുന്ന ഡയഫൻറ്റൈൻ ഇക്വേഷൻ ഉണ്ട് എങ്കിൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഡിവൈഡ്സ് സി. ഇനി രണ്ടാമത്തെ പാർട്ടിൽ കാണിക്കേണ്ടത് ഡി ഡിവൈഡ് സി ആണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സപ്പോസ് ഇഫ് ഡി ഡിവൈഡ് സി ദെൻ ദ എൽ ഡി ഇ ഈസ് സോൾവബിൾ. അതായത് എക്സ് ഈക്വൽ ടു ആൽഫ വൈ ഈക്വൽ ടു ബീറ്റ ഫോമിൽ നമുക്കൊരു സൊല്യൂഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം ഡി ഡിവൈഡ് സി ആണെങ്കിൽ. നമുക്ക് ആകെ അറിയാവുന്നത് ഡി ഡിവൈഡ് സി എന്നാണ്. അത് നമ്മൾ സപ്പോസ് ചെയ്തു, സപ്പോസ് ഡി ഡിവൈഡ് സി. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി എന്നാണ്. സോ വി ക്യാൻ എക്സ്പ്രസ് സി ആസ് ഡി ഇൻറ്റു സം ഇൻറ്റിജർ ഇ. ഡിയുടെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഡി ഇൻറ്റു സംതിങ് ചെയ്താൽ സി ലഭിക്കണം. സോ സി ഈക്വൽ ടു ഡി ഇൻറ്റു ഇ ഫോർ സം ഇൻറ്റിജർ ഇ. ആൻഡ് സിൻസ് ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി, നമ്മളുടെ തുടക്കത്തിലുള്ള അസംഷനാണ് ജി സി ഡി ഓഫ് എ ബി ആണ് നമ്മൾ ഡി എന്ന് ലൊക്കേറ്റ് ചെയ്ത് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദർ എക്സിസ് നമ്മൾ പഠിച്ചിരുന്നു, രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ജി സി ഡി ആണ് ഡി എങ്കിൽ ദാറ്റ് ഡി സി ഡി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി ഇൻറ്റിജേഴ്സ്. നമ്മൾ മുമ്പ് പഠിച്ചൊരു തിയറമാണത്. സോ ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ഡി ആയതിനാൽ ഡി ഈക്വൽ ടു ആർ ഇൻറ്റു എ പ്ലസ് എസ് ഇൻറ്റു ബി ഫോർ സം ഇൻറ്റിജേഴ്സ് ആർ ആൻഡ് എസ്. സോ നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ നിൽക്കുന്നത് ആർ എ പ്ലസ് എസ് ബി ഈക്വൽ ടു ഡി എന്നാണ്. ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഇൻറ്റിജർ ഇ ആണ്. സോ വി ഹാവ് ആർ എ ഇ പ്ലസ് എസ് ബി ഇ ഈക്വൽ ടു ഡി ഇൻറ്റു ഇ. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് എ ഇൻറ്റു ആർ ഇ കമ്പൈൻ ചെയ്തെഴുതി പ്ലസ് ബി ഇൻറ്റു എസ് ഇ ഈക്വൽ ടു സി. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ എ ഇൻറ്റു സംതിങ് പ്ലസ് ബി ഇൻറ്റു സംതിങ് ഈക്വൽ ടു സി ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ നിൽക്കുന്നത്. ഇവിടെ ആറും ഇയും എസും എല്ലാം തന്നെ ഇൻറ്റിജേഴ്സ് ആണ്. അതുകൊണ്ട് ആർ ഇൻറ്റു ഇ ഒരു ഇൻറ്റിജറാണ്, എസ് ഇൻറ്റു ഇയും ഒരു ഇൻറ്റിജറാണ്. സോ ദിസ് ഇസ് ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി, വേർ ദിസ് എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ ആൻഡ് ദിസ് വൈ ഈക്വൽ ടു എസ് ഇൻറ്റു ഇ. സോ ദിസ് ഇസ് എ സൊല്യൂഷൻ ടു ദ linear diaphantine equation ax plus by equal to c, that is x equal to re and y equal to se. അതിനെ നമ്മൾ x naught y naught എന്ന് വിളിക്കുന്നു. So x naught equal to re and y naught equal to se is a solution to the LDE. Therefore LDE is solvable. നമ്മൾ അസ്യൂം ചെയ്തത് d ഡിവൈഡ് c എന്നായിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ LDEക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇഫ് d ഡിവൈഡ് c then the LDE is solvable. തേർഡ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്
എക്സ് നോട്ട് വൈ നോട്ട് എന്ന ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റു സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, അതായത് ഇത്തരത്തിലുള്ള ഇൻഡിജേഴ്സ് എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി, വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി, ഇതും സൊല്യൂഷൻ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ എക്സും വൈയും എന്താണെന്ന് തന്നിട്ടുണ്ട്. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നായിരുന്നു ഡയഫൻറ്റൈൻ ഇക്വേഷൻ. ഈ കാണുന്ന എക്സ്പ്രഷൻസ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് എക്സിന് പകരം എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടിയും വൈക്ക് പകരം വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി കൺസിഡർ എ എക്സ് പ്ലസ് ബി വൈ, ഓക്കെ, ഈക്വൽ ടു സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ ഇൻറ്റു എക്സിന് പകരം നമ്മൾ ഈ കാണുന്ന എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു വൈക്ക് പകരം വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി, അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതൊന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. എ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ നോട്ട്, അതൊന്നിച്ച് എഴുതി വെച്ചു, പ്ലസ് എ ബി ബൈ ഡി ഇൻറ്റു ടി, അതാണ് ഇവിടെ എഴുതിയത്, മൈനസ് ബി എ ബൈ ഡി ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഓൾസോ എ ബി ടി ബൈ ഡി. ഈ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട്. നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് എക്സ് നോട്ട് വൈ നോട്ട് ഓൾറെഡി ഒരു സൊല്യൂഷൻ ആണ് എന്നാണ്. എക്സ് നോട്ടും വൈ നോട്ടും ഈക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണെങ്കിൽ എ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ നോട്ട് ചെയ്താൽ സി എന്ന് ഉത്തരം ലഭിക്കണം. സോ ദാറ്റ്സ് ഈക്വൽ ടു സി, since x naught y naught is a solution of the given Diophantine equation. So what we proved is ax plus by equal to c when x equal to x naught plus b by dt and y equal to y naught minus a by d into t. So you have to remember this formula to find the solutions of the LDE. X equal to x naught plus b by dt, y equal to y naught minus a by d into t. ഇനി ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യാനുള്ളത്, ഈ ഡയഫൻറ്റൈൻ ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷൻസും ഈ ഫോമിൽ തന്നെ ആയിരിക്കും എന്നുകൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. സോ വി അസ്യൂം ദാറ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ ഡയഫൻറ്റൈൻ ഇക്വേഷൻ. എക്സ് നോട്ട് വൈ നോട്ട് ഇസ് ഓൾറെഡി എ സൊല്യൂഷൻ ആൻഡ് another solution is x dash y dash. Since x naught y naught is a solution, we have ax naught plus by naught equal to c. Since x dash y dash is a solution, we have ax dash plus by dash equal to c. So right hand sides are both equal, so we can equate the left hand sides. Ax naught plus by naught equal to ax dash plus by dash. ഇതെല്ലാം എക്സ് നോട്ട് എക്സ് ഡാഷ് ഉള്ള ടേംസ് ഒന്നിച്ചെഴുതാണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ഉള്ള ടേംസ് കമ്പൈൻ ചെയ്യുക. എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട്, എക്സ് നോട്ടിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു, ബി വൈ ഡാഷിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇക്വേഷൻ ബി വൈ നോട്ട് മൈനസ് ബി വൈ ഡാഷ് ഈക്വൽ ടു എ എക്സ് ഡാഷ് മൈനസ് എ എക്സ് നോട്ട് എന്നാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ്, ദാറ്റ് ഇസ് റൈറ്റൺ ഹിയർ ആസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ആ ഇക്വേഷൻ രണ്ട് സൈഡിലും നമ്മൾ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇക്വേഷനിൽ ഉണ്ടായിരുന്നത് എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ബൈ ഡി ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡിലും ബൈ ഡി ചെയ്തു. And we have GCD of A by D and B by D equal to 1. എയുടെയും ബിയുടെയും GCD ആണ് D എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A by Dയും B by Dയും എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് കോമൺ ഫാക്ടേഴ്സ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ 12ഉം 18ഉം എടുത്തു എന്ന് വിചാരിക്കാം. 12ൻ്റെയും 18ൻ്റെയും GCD കണ്ടു കഴിഞ്ഞാൽ ലഭിക്കുന്നത് 6 ആണ്. ഇതിൻ്റെ ഡിവൈസേഴ്സിൽ വെച്ച് ഏറ്റവും വലുത് 6 ആണ്. 6 കൊണ്ട് നമ്മൾ ഈ രണ്ട് ഇൻറ്റീജേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക. ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടറാണ് 6, കോമൺ ഡിവൈസറാണ് 6. സോ 12/6ഉം 18/6ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക 2, 3 എന്നാണ്. ഈ രണ്ട് ഇൻറ്റീജേഴ്സിന് പിന്നീട് കോമൺ ഫാക്ടറായിട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കോമൺ ഡിവൈസറായിട്ട് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇതിൻ്റെ GCD 1 ആയിരിക്കും. അതുപോലെ എയുടെയും ബിയുടെയും GCD D ആയതുകൊണ്ട് A by Dയുടെയും B by Dയുടെയും GCD 1 ആയിരിക്കും. ഓക്കെ, സോ ഈ കാണുന്ന ഇൻറ്റീജേഴ്സ് എ ബൈ ഡിയും ബി ബൈ ഡിയും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സാണ്. ഇതിൻ്റെ GCD 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി ബൈ ഡി എന്ന് പറയുന്നത് എ ബൈ ഡി ഇൻറ്റു സംതിങ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ബി ബൈ ഡി ഇൻറ്റു സംതിങ് ഫോമിലാണ് ഇവിടെ നിൽക്കുന്നത്. സോ എ ബൈ ഡി ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്നത് ബി ബൈ ഡി ഇൻറ്റു ഒരു ഇൻറ്റിജറാണ്. ഇൻ അതർ വേർഡ്സ് ബി ബൈ ഡി ഡിവൈഡ്സ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ബി ബൈ ഡി ഇൻറ്റു ആൻ ഇൻറ്റിജർ ഫോമിൽ എഴുതിയത്. അതുകൊണ്ട് ബി ബൈ ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ഇൻ അതർ വേർഡ്സ് ബി ബൈ ഡി ഡിവൈഡ്സ് എ ബൈ ഡി ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട്.
പക്ഷേ ബി ബൈ ഡി എ ബൈ ഡിയുമായുള്ള ജി സി ഡി 1 ആയതുകൊണ്ട് ഇത് വെട്ടിപ്പോവാൻ അതിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബി ബൈ ഡി ഡിവൈഡ്സ് എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ആയിരിക്കും. സോ ഹിയർ ഇറ്റ് ഇസ് ബി ബൈ ഡി ഡിവൈഡ്സ് എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട്. സോ ദിസ് മീൻസ് ദാറ്റ് ബി ബൈ ഡി divides x dash minus x naught means that this x dash minus x naught is a multiple of b by d, that is b by d into t, or we have x dash equal to x naught plus b by d into t. ഇതായിരുന്നു നമ്മളുടെ മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ എക്സ് ഡാഷ് എന്ന ഏതൊരു സൊല്യൂഷൻ എടുത്താലും അത് ഈ കാണുന്ന ജനറൽ സൊല്യൂഷൻ്റെ ഫോമിലാണ് ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ, സോ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി. ഇനി എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ടിന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ടിന് ബി ബൈ ഡി ഇൻറ്റു ടി എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ കാണുന്ന ഇക്വേഷനിൽ. സോ വി ഹാവ് എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഇസ് ബി ബൈ ഡി ഇൻറ്റു ടി, ദാറ്റ്സ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. ഈ ഡിയും ഓൾറെഡി ക്യാൻസൽ ചെയ്ത് പോയി. എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ടിന് പകരം ബി ബൈ ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So here we have a by d into t equal to, here b cancels and that's equal to y naught minus y dash. Then y dash equal to y dash in the left hand side like edukunu, ee kanuna expression right hand side like edutunu, y dash equal to y naught minus a by d into t. സോ എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന ഏതൊരു സൊല്യൂഷൻ ഈ കാണുന്ന ലീനിയർ ഡയഫൻറ്റൈൻ ഇക്വേഷനെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി ഓഫ് ദ ഫോം എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി ആൻഡ് വൈ ഡാഷ് ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി. ആൻഡ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം ടു check whether a linear diphendent equation has a solution, and if it has a solution, all the solutions are of this form: x equal to x naught plus b by d into t and y equal to y naught minus a by d into t. So you have to remember this formula, and we will solve problems using this formula in the next class.